الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويطعمون الطعام على حبه مسكينا ويتيما وأسيرا إنما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا إنا نخاف من ربنا يوما عبوسا قمطريرا. اتقوا الله عباد الله. ഏറ്റവും ആദരവ് നിറഞ്ഞ സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മുടെ കൽബറിയുന്ന, നമ്മുടെ മനസ്സറിയുന്ന, നമ്മോട് ഏറെ സ്നേഹവും കാരുണ്യവുമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവം വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, വാർത്താമാധ്യമങ്ങളിലൂടെ നമ്മളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ചില വാർത്തകൾ, ഫലസ്തീനിന്റെ മണ്ണിൽ ജൂതരാകുന്ന ഇസ്രായേൽ സമൂഹം നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമങ്ങളും അതുപോലെ തന്നെ കൊലപാതകങ്ങളുമെല്ലാം ഒരു അവസരത്തിലെങ്കിലും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും, അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാകും. വിശ്വാസികളെ, ആയിരക്കണക്കിന് പിഞ്ചോമന പൈതലുകളാണ് ഓരോ ദിവസവും ഈ ലോകത്തോട് വിട പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടികളുടെ വിഷയത്തിൽ നമ്മളെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. എല്ലാ കുഞ്ഞുങ്ങളും ഈ ഭൂലോകത്തേക്ക് ജനിച്ചു വീഴുന്നത് ശുദ്ധമായ പ്രകൃതിയോട് കൂടിയിട്ടാണ്. വഞ്ചന അറിയാത്ത, കാപട്യം എന്തെന്നറിയാത്ത, ചതി എന്തെന്നറിയാത്ത, ഒരാളോട് എങ്ങനെ ഈർഷ്യത വെക്കും ഒന്നും അറിയാത്ത, വളരെ തീവ്ര മനസ്സോടുകൂടി അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂലോകത്ത് കൊണ്ടുവരുന്ന ആ പിഞ്ചോമന മക്കൾ, അവരാണ് ഈ ലോകത്തോട് വിട പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത് തെറ്റാണ് പ്രിയപ്പെട്ടവരെ അവർ ചെയ്തത്? നാം ചിന്തിക്കുക. വിശ്വാസികളെ, ഒരു കവി കുട്ടികളെ പരിചയപ്പെടുത്തിയത് പൂക്കളോടാണ്. നഹ്നു ഫിദ്ദുനിയാ സുഹൂർ, ഞങ്ങൾ ഈ ദുനിയാവിലെ പുഷ്പങ്ങളാണ് എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. പ്രിയപ്പെട്ടവരെ, കണക്ക് പരിശോധിക്കുമ്പോൾ
കഴിഞ്ഞ 23 മാസങ്ങളായി മരണപ്പെട്ട് കിടക്കുന്ന കുട്ടികളടക്കം 60,000-ലേറെ ആളുകളാണ് കൊല്ലപ്പെട്ടത് എന്ന്. അതിലൊരു വയസ്സ് തികയാത്ത പോലും കുട്ടികളുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. വിശ്വാസികളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്താണെന്നറിയോ? ഫലസ്തീനിന്റെ മണ്ണിൽ അക്രമകാരികൾ, അവര് യുദ്ധക്കൊതിയന്മാർ, അവർ ചെയ്തു തീർക്കുന്ന ഓരോ കാര്യങ്ങളിലൂടെ അവരുടെ സമ്പത്തും വീടും കുടുംബവും മക്കളും മാതാപിതാക്കളും നഷ്ടപ്പെടുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളുടെ വിശാലത എത്രയാണ്! നമ്മൾ എത്ര നിർഭയരാണ്, നമ്മൾ എത്ര സമാധാനത്തോടു കൂടിയിട്ടാണ് വിശ്വാസികളെ അള്ളാഹുവിന്റെ ഭവനത്തിൽ ഇരിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട് പ്രിയപ്പെട്ടവരെ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുകയാണ്, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി മുആഫൻ ഫീ ജസദിഹി. ഒരു മനുഷ്യൻ അവൻ ഏറ്റവും നല്ല രൂപത്തിൽ നിർഭയനായി അവൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അവന്റെ ശരീരത്തിന് ഒരു തകരാറുമില്ല, അവന്റെ കൈകാലുകൾക്ക് ആരോഗ്യപരമായി കൊണ്ടൊരു പ്രശ്നവുമില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഇൻദഹു ഖൂതു യൗമിഹി, അന്നേക്കുള്ള ഭക്ഷണം അവന്റെ അരികിലുണ്ട്. വിശ്വാസികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ഈ 3 കാര്യങ്ങളും ഒരു മനുഷ്യനിൽ ഉണ്ടായാൽ മുഴുവൻ ലോകവും അവന് നൽകപ്പെട്ടതുപോലെയാണ്. നമ്മൾ ആലോചിക്കണം, നമുക്കിന്നും പരാതികളാണ്. വീട് വലിപ്പമില്ല, ഭക്ഷണം ടേസ്റ്റ് ഇല്ല, വാഹനമില്ല, സമയമില്ല. വിശ്വാസികളെ, ഗസ്സയിലെ മണ്ണിലേക്ക് നോക്കുക. എന്താണ് അവിടുത്തെ പ്രയാസം? എന്താണ് അവിടുത്തെ ബുദ്ധിമുട്ട്? നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, വരുന്ന വാർത്തകൾ കാണുമ്പോൾ മനസ്സിന് സങ്കടമാകുന്നു, പ്രയാസമാകുന്നു. നമ്മുടെ മക്കളുടെ ശരീരത്തിൽ ഒരു അഴുക്ക് തട്ടുന്നത് നമ്മൾ ഇഷ്ടപ്പെടുമോ? അവരെ ആരെങ്കിലും നോവിക്കുന്നത്, അവരുടെ ശരീരത്തിൽ നിന്ന് രക്തം പുണരുന്നത് നമ്മൾ ഇഷ്ടപ്പെടുമോ? ആളുകൾ വലിച്ചെറിഞ്ഞ, ആളുകൾ മാറ്റിവെച്ച ഭക്ഷണ വേസ്റ്റുകളിൽ നിന്ന് നല്ലതിനെ തെരഞ്ഞെടുത്ത് കഴിക്കുന്ന പിഞ്ചോമന മക്കളെ, വിശ്വാസികളെ നമ്മൾ കാണാനിടയായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ മാർഗത്തിൽ ഭക്ഷണം കൊടുക്കുന്ന ആളുകളുടെ സവിശേഷതയായി വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞു. അല്ലാഹു പറയാണ്, വയുത്ഇമൂന അത്അമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ. ആഹാരത്തോട് പ്രിയമുള്ളതോടൊപ്പം അവർ ആ ഭക്ഷണമുണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ ഭക്ഷണമുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, ആ ഭക്ഷണം അവർ പാവപ്പെട്ടവർക്കും അനാഥകൾക്കും നിലാരംഭരായിട്ടുള്ള ആളുകൾക്കും അവർ കൊടുക്കും. എന്നിട്ട് ആ ഭക്ഷണം കൊടുക്കുന്നതിന്റെ പ്രത്യേകതയും, അവർ എന്തിനാണ് ആ ഭക്ഷണം കൊടുക്കുന്നത്? ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാഹ്, ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം നൽകിയത് ലിവജ്ഹില്ലാഹ്, അല്ലാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണ്. ഇന്നത്തെ ഒരു അവസ്ഥകൾ ആലോചിച്ചോക്കേണ്ടി. എന്തെങ്കിലും ആളുകൾക്കൊരു സഹായം കൊടുക്കുമ്പോ കൊടുക്കുന്ന ആളിങ്ങനെ ഞാൻ എന്തോ ഒരു സംഭവമാണ് എന്ന രൂപത്തിൽ അയാൾ ഇങ്ങനെ കൊടുക്കും. ഇത് മേടിക്കുന്ന ആളോ അവനൊരു പാവപ്പെട്ടവന്റെ ഒരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കും. അതിങ്ങനെ പബ്ലിസിറ്റി ചെയ്യും, അത് സ്റ്റാറ്റസ് ആക്കി സ്റ്റോറി ആക്കി എല്ലാവരിലേക്കും എത്തിച്ച്. വിശ്വാസികളെ, അള്ളാഹുവിന്റെ പ്രതിഫലമാണോ നീ ആഗ്രഹിക്കുന്നത് എങ്കിൽ അത് അള്ളാഹുവിനെ മാത്രം അറിയിച്ചാൽ മതി. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ, നിങ്ങളിൽ നിന്നൊരു നന്ദി പ്രകടനമോ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളിങ്ങനെ കാണുമ്പോ ഒന്നിങ്ങനെ നല്ല ഭവ്യമായി വിനയാനിതനായി നിൽക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതുരീറാ, മുഖങ്ങൾ ചുളിഞ്ഞു പോകുന്ന, മുഖങ്ങൾ ഭയവിഹ്വലരായി പോകുന്ന ഒരു ദിവസത്തെ ഞങ്ങൾക്ക് വല്ലാത്ത ഭയമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത്. വിശ്വാസികളെ, ഈ രൂപത്തിലുള്ള വേദനകളും യാതനകളും പ്രയാസങ്ങളും
ഫലസ്തീനിന്റെ മണ്ണിൽ കാബാലികന്മാർ തീർത്തു കൊടുക്കുമ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ബാധ്യതയുണ്ട് പ്രിയപ്പെട്ടവരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ പരീക്ഷണം ഏതൊക്കെ രൂപത്തിലാണ്, ആർക്കൊക്കെ എങ്ങനെയൊക്കെ വരുമെന്ന് പറയാൻ കഴിയൂല. അല്ലാഹു പറഞ്ഞില്ലേ, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. കുറച്ചൊക്കെ പേടി നൽകി, പട്ടിണി നൽകി, ധനനഷ്ടം നൽകി, വിഭവ നഷ്ടം നൽകി, ഇതൊക്കെ പഠിപ്പിച്ച അള്ളയാണ് പ്രിയപ്പെട്ടവരെ. നമ്മളെ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയാണ്, നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. അല്ലാത്തൊരു പ്രയോഗമാണത്. അവസാനം പറഞ്ഞെന്താരോ, വബശ്ശിരി സ്വാബിരീൻ, ക്ഷമിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്തയിട്ട്. നോക്കൂ, നിങ്ങൾ അള്ളാഹുവിനെ ആത്മാർത്ഥമായി ഓർക്കാൻ, അള്ളാഹുവിലേക്ക് വിനയാന്വിതനായി മടങ്ങാൻ, അള്ളാഹുവിന്റെ ശിക്ഷയെ ഏത് നിമിഷവും, അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളെ ഏത് നിമിഷവും നെഞ്ചിലേറ്റാൻ തയ്യാറായി നിൽക്കേണ്ടവനാണ് ഒരു വിശ്വാസി എന്നുള്ളത്. അതുകൊണ്ട് അവർക്ക് ആധിപത്യം ചെലുത്താൻ, അവരുടെ കാര്യങ്ങളെ നേടിയെടുക്കുവാൻ ആ യുദ്ധക്കൊതിയന്മാർ ആളുകളെ കൊന്നെടുക്കുമ്പോൾ അവർ മറ്റൊരു കാര്യവും അതിലൂടെ ആഗ്രഹിക്കുന്നു, ഇസ്ലാമിനെ ഉന്മൂലനം ചെയ്യാൻ, പരിശുദ്ധമായ ഇസ്ലാമിന്റെ സുന്ദരമായ അധ്യാപനങ്ങളെ കരിച്ചു കളയാൻ അവർക്കുള്ള ഒരു കരുതലുണ്ട്. അവർക്കുള്ള മറുപടി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ കൊടുത്തിട്ടുണ്ട്. യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം, തങ്ങളുടെ വായ കൊണ്ട് അല്ലാഹുവിന്റെ പ്രകാശം കെടുത്തിക്കളയാൻ അവരുദ്ദേശിക്കുന്നു. വല്ലാഹു മുതിമ്മു നൂരിഹി, അല്ലാഹു ആകട്ടെ അവന്റെ പ്രകാശം പൂർത്തിയാക്കുന്നവനുമാകുന്നു. നോക്കൂ വിശ്വാസികളെ, അതുകൊണ്ട് റബ്ബിന്റെ പരീക്ഷണം ആ നാടുകളിൽ സംഭവിക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നിർഭയരാണോ? ഇതൊന്നും എനിക്ക് സംഭവിക്കില്ല, ഇതൊന്നും ഞങ്ങളെ ബാധിക്കില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ? ഇത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പരീക്ഷണമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അല്ലാഹുവിന്റെ പരീക്ഷണം. നാം ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കുന്നു? ആളുകൾ ചിന്തിക്കുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. മുൻകഴിഞ്ഞു പോയ ഭീകരന്മാരെയും അതുപോലെ തന്നെ ഇസ്ലാമിന്റെ ശത്രുക്കളെയും ഉന്മൂലനം ചെയ്ത അള്ളാഹ്ക്ക് എത്ര എളുപ്പമാണ് ഈ ശത്രുക്കളെ ഒന്ന് ഇല്ലാതാക്കാൻ, ഈ ശത്രുക്കളെ ഒന്ന് മാറ്റിക്കളയാൻ എത്ര എളുപ്പമാണ്. എന്തേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ വിഷയത്തിൽ ഇടപെടാത്തത് എന്ന് ചോദിക്കുന്നവരോട്, വിശ്വാസികളെ, അള്ളാഹുവിന്റെ പരീക്ഷണം അത് ഏത് രൂപത്തിലും കടന്നു വരാം. നമ്മെ സംബന്ധിച്ചിടത്തോളം ആത്മാർത്ഥമായി കൊണ്ടുള്ള പ്രാർത്ഥനയാണ് മുഅ്മിനുകളെ കടന്നു വരേണ്ടത്. അല്ലാഹുവേ, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് അല്ലാഹുവേ നീ തുറച്ചു നൽകി അനുഗ്രഹിക്കുമാറാകണേ, അവരുടെ ഇസ്സത്തിനെ നീ വളർത്തിയെടുക്കുമാറാകണേ എന്നുള്ള പ്രാർത്ഥനയാണ് വിശ്വാസികളെ ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് വേണ്ടത്. ക്ഷമിച്ചാൽ പ്രതിഫലമാണ് അല്ലേ? ശരീരത്തിലേക്ക് വേദനകൾ വരുമ്പോ, യാതനകൾ വരുമ്പോ, പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളിലൂടെ ജീവിതം കടന്നു പോകുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണങ്ങള് നാനാഭാഗത്ത് നിന്നും മാടി വിളിക്കുമ്പോ ക്ഷമിച്ചാൽ സ്വർഗമാണ് വിശ്വാസികളെ, സ്വർഗം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജബൽ ലിഅംറിൽ മുഅ്മിൻ, ഒരു വിശ്വാസിയുടെ കാര്യം എത്ര അത്ഭുതകരമാണ്. നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ട ഹദീസാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന അംറഹു കുല്ലഹു ഖൈർ, അവൻക്ക് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അവൻക്ക് നന്മയാണ്. വിശ്വാസികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇൻ അസാബതുഹു സറാഉ ശകറ, അവൻക്കൊരു നന്മ ബാധിച്ചാൽ അവൻ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. ജീവിതത്തിലെ നമുക്കൊരു ഖൈർ ഉണ്ടായാൽ നമ്മൾ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. ഫകാന ഖൈറൻ ലഹു, അത് അവൻക്കൊരു നന്മയാകുന്നു. അല്ലാഹു എന്തെങ്കിലും ഒരു അനുഗ്രഹം നൽകി അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ
അള്ളാഹുവിനെ വാഴ്ത്തിയാൽ, അള്ളാഹുവിനെ സ്തുതിച്ചാൽ വിശ്വാസികളെ അത് അവൻക്ക് നന്മയാണ്. ഇനിയോ വൈൻ അവൻക്കൊരു പ്രയാസം അനുഭവിച്ചു, അപ്പോൾ അവൻ എന്ത് ചെയ്തു? അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടാത്ത മാർഗത്തിലേക്ക് തിരിഞ്ഞോ? അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത വഴികളിലേക്ക് അവൻ സഞ്ചരിച്ചോ? ഇല്ല. സ്വബറ, അവൻ ക്ഷമിച്ചു. ഫകാന ഖൈറൻ ലഹു, അതും അവൻക്ക് നന്മയാണ്. അതുകൊണ്ട് വിശ്വാസികളെ, അള്ളാഹുവിനോട് ആത്മാർത്ഥമായി കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥനകളിൽ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ കടന്നു വരണം. നമ്മുടെ സഹോദരി സഹോദരന്മാർ, നമ്മുടെ ഉമ്മമാർ, വൃദ്ധരായ നമ്മുടെ മാതാപിതാക്കൾ, എല്ലാ സമ്പത്തും എല്ലാ നിഅമത്തുകളും എല്ലാം വിട്ടെറിഞ്ഞ് ഏത് നിമിഷവും ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുമെന്നുള്ള ആ ഒരു രൂപത്തിൽ ഭീതിയുടെ അവസ്ഥയിൽ കഴിയാണ്. ചെറിയൊരു ഉദാഹരണം പറയാ. നമ്മൾ നമ്മുടെ വീട്ടില് സുഖസുന്ദരമായി നമ്മൾ കിടന്നുറങ്ങുമ്പോ ഒരു 10-100 ആളുകൾ നമ്മൾ കിടന്നുറങ്ങുന്ന നമ്മുടെ വീടിനെ ഒന്ന് വലയം ചെയ്താൽ, നമ്മളെ കൊല്ലാൻ ഉദ്ദേശിച്ചാൽ, അവിടേക്ക് തീയിടാൻ ഉദ്ദേശിച്ചാൽ, വിശ്വാസികളെ, മാതാപിതാക്കൾ എന്ന നിലക്ക് മക്കളുടെ വിഷയത്തിൽ നമുക്കുണ്ടാകുന്ന പ്രയാസം എത്രയാണ്. തിരിച്ചും മറിച്ചും നമ്മൾ ആകെ ഇടങ്ങറാകും, നമ്മൾ ബുദ്ധിമുട്ടും. അതേക്കാൾ ഭീകരമായ അവസ്ഥയിൽ കഴിയുന്ന നമ്മുടെ മുഅ്മിനുകൾക്ക് നമുക്ക് ചെയ്യുവാനുള്ളത് പ്രാർത്ഥനയാണ്. ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുക, അള്ളാഹുവിന്റെ നിഅമത്തുകളിൽ തൃപ്തരായി ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ആ രൂപത്തിൽ ജീവിക്കുവാനുള്ള നല്ല മനസ്സ് നൽകി റബ്ബ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഒരിക്കൽ കൂടി വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയ ഒരു ആയുധമാണ് പ്രാർത്ഥന എന്നുള്ളത്. പ്രാർത്ഥനകൾ കൊണ്ട് വിശ്വാസികൾക്ക് നേടാൻ കഴിയുന്ന കാര്യങ്ങൾ ഏറെയാണ്. ഒരു മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിച്ചാൽ ഒരു പക്ഷേ അള്ളാഹു അവന്റെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകും. ഇനി ആ പ്രാർത്ഥനക്ക് ഉത്തരം നൽകിയിട്ടില്ല എങ്കിൽ അവന് വരാനിരിക്കുന്ന വിപത്തുകളെ ആ പ്രാർത്ഥന കൊണ്ട് മാറ്റും. ഇനി അതും സംഭവിച്ചിട്ടില്ല എങ്കിൽ നാളെ പരലോകത്ത് ഒരാളും രക്ഷപ്പെടുത്തുവാനില്ലാത്ത ഒരവസരത്തിൽ ആ പ്രാർത്ഥിച്ചതിനുള്ള പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിക്ക് കൊടുക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെയൊക്കെ പ്രാർത്ഥനയെ നമ്മുടെ മക്കളെ ഉൾപ്പെടുത്തുന്ന പോലെ, നമ്മുടെ സമ്പത്തിനെ ഉൾപ്പെടുത്തുന്ന പോലെ, ഇസ്ലാമിന്റെ പേരിൽ, ദീനിന്റെ പേരിൽ, മുസ്ലിമായി എന്നതിന്റെ പേരിൽ, താടി വളർത്തുന്നതിന്റെ പേരിൽ, ശരീരം മറക്കുന്നതിന്റെ പേരിൽ, പലിശ ഭുജിക്കാത്തതിന്റെ പേരിൽ, താൻ തോന്നിയാകാത്തതിന്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് നമ്മുടെ പ്രാർത്ഥനയിൽ ഒരു ഇടം ഇന്നത്തെ ദിവസം മുതൽ ആത്മാർത്ഥമായി വിശ്വാസികളെ നമ്മൾ നടത്തേണ്ടതുണ്ട്. അതെ, മസ്ജിദുൽ അഖ്സ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കരങ്ങളിലേക്ക് തരുന്ന ഒരു ദിവസത്തെ കണ്ട് അതിൽ നമസ്കരിച്ച് ആ പള്ളിയിൽ അല്ലാഹുവിന്റെ ദീനിനെ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന അവസ്ഥകളൊക്കെ കണ്ട് മരിക്കുവാനുള്ള ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിന്റെ ശത്രുക്കളോട് വിശ്വാസികളെ നമുക്ക് പറയുവാനുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു കാര്യമാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഖുല്ലിൽ ലദീന കഫറൂ സതഗ്ലബൂന വതുഹ്ശറൂന ഇലാ ജഹന്നം. നബിയെ, അവിശ്വസിച്ച ആളുകളോട് നീ പറയുക, സതഗ്ലബൂന വതുഹ്ശറൂന ഇലാ ജഹന്നം, വഴിയെ നിങ്ങൾ പരാജയപ്പെടുകയും നരകത്തിലേക്ക് നിങ്ങളെ ശേഖരിച്ചു കൊണ്ടുവരികപ്പെടുകയും ചെയ്യും.
നിങ്ങളുടെ ആയുധങ്ങളോ നിങ്ങളുടെ സ്ഥാനങ്ങളോ നിങ്ങളുടെ പദവികളോ നിങ്ങളുടെ അലങ്കാരങ്ങളോ ഒന്നും ഉപകാരപ്പെടാത്ത ഒരു ദിവസം വരാനുണ്ട്. വബിഅ്സൽ മിഹാദ്, വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്ക്. ഒക്കെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ ഉൻസുർ ഇഖ്വാനനാ ഫി ഫിലസ്തീൻ. അല്ലാഹുവേ, ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ സഹായം കൊടുക്കണേ. ഗസയിലെ ഞങ്ങളുടെ മക്കൾക്ക് സഹായം കൊടുക്കണേ. അവരുടെ സമ്പത്തിനെ നീ നിലനിർത്തി കൊടുക്കണേ. അവർക്ക് ആരോഗ്യം കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ച് നമ്മളും നമ്മുടെ ജീവിതത്തെ ഒന്ന് വിചിന്തനം ചെയ്ത് ആത്മാർത്ഥമായി കൊണ്ട് മടങ്ങുവാനാണ് വിശ്വാസികളെ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരൻ